കേരള ബാങ്ക് നമ്മളോട് കാണിച്ചത് ചതിയായിരുന്നു. കാരണം ഞങ്ങൾ ആദ്യം ഈ ബാങ്കിനെ നമ്മൾ സമീപിച്ചപ്പോൾ നമ്മൾ അനുകൂലമായ നിലപാടാണ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ബാങ്കിൻ്റെ ചെയർമാനും അതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും കണ്ണൂരിൽ മീറ്റിംഗ് ചേർന്ന് ഏകദേശം 2 വർഷം മുമ്പാണ്, 2022 സംഭവം ആദ്യം നമ്മൾ ഇതിൻ്റെ മീറ്റിംഗ് ചേരുന്നത്. അപ്പോൾ അതിൻ്റെ ചെയർമാനും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും കണ്ണൂർ മീറ്റിംഗ് ചേർന്ന് അവർ നമ്മളെ സൈറ്റും എല്ലാം പരിശോധിച്ച് ഏകദേശം നമുക്ക് ലോൺ തരാൻ തത്വത്തിൽ അവർ അംഗീകരിച്ചു, ലോൺ തരാൻ സമ്മതിച്ചു. പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചു, അത് ഗവൺമെൻറ് ഗ്യാരണ്ടി തന്നാൽ നിങ്ങൾക്ക് ലോൺ തരാം. ആദ്യത്തെ യോഗ തീരുമാനം അതായിരുന്നു. പക്ഷെ അതിനെ തുടർന്ന് ഗവൺമെൻറ് ഗ്യാരണ്ടിക്ക് ശ്രമിച്ചപ്പോൾ ഗവൺമെൻറ് സാമ്പത്തിക പ്രതിസന്ധിയും ഗ്യാരണ്ടി നിൽക്കുന്ന സംഖ്യ ഗവൺമെൻറ് കടത്തിൻ്റെ പരിധിയിൽ പെടും എന്നൊക്കെ വന്നപ്പോൾ, കേന്ദ്ര ഗവൺമെൻറ് അത്ര ഒരു നിബന്ധന കൊണ്ടുവന്നപ്പോൾ ഗ്യാരണ്ടി നൽകാൻ കുറേ വൈകിയ സന്ദർഭത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് സംസാരിച്ച മുഖ്യമന്ത്രി നോക്കാൻ പറഞ്ഞ അവസാനം മുഖ്യമന്ത്രി ഇടപെട്ട് നമുക്ക് ഗവൺമെൻറ് ഗ്യാരണ്ടി നൽകി. അപ്പോഴൊക്കെ കുറേ ഡിസ്കഷനൊക്കെ വരെ നടക്കുന്നുണ്ട്. അപ്പോൾ ഗ്യാരണ്ടി തന്നാൽ നമുക്ക് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിന്നത്. ഗ്യാരണ്ടി ബാങ്ക് നൽകുമ്പോൾ ബാങ്ക് പിന്നീട് നിരവധി നിബന്ധനകളാണ് വെച്ചത്. ഓരോ തവണ ഓരോ നിബന്ധന വെച്ചു. പല തവണ ബാങ്കുമായി നമ്മൾ മീറ്റിംഗ് ചേർന്നു. അതിനുവേണ്ടി എത്രയോ സമയവും പണവും നമ്മൾ ചിലവാക്കി. അതിൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കാൻ, അതിൻ്റെ മീറ്റിങ്ങുകൾ ചേരാൻ നിരവധി തവണ 2 വർഷം ഈ ബാങ്ക് ഗ്യാരണ്ടി നിന്നാൽ തരാമെന്ന് പറഞ്ഞ ബാങ്ക് 2 വർഷം ഞങ്ങളെ പല വിധത്തിലും തടസ്സങ്ങളുണ്ടാക്കി. ബാങ്ക് എന്തിനേറെ അതിൻ്റെ പ്രസിഡൻറ്റും ഞാനും ഒക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളാണ്. അദ്ദേഹം പറഞ്ഞു ഇത് കൊടുത്തിരിക്കണം, ഞങ്ങളുടെ മുമ്പിൽ തന്നെയാണ് വിളിച്ചു പറയുന്നത്, ഇത് കൊടുത്തിരിക്കണം എന്നാണ്. അത്രയും കർശനമായി കേരള ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് പ്രസിഡന്റ് പറഞ്ഞു. പക്ഷേ എന്നിട്ടും ഈ ഉദ്യോഗസ്ഥന്മാർ അനങ്ങിയില്ല എന്ന് മാത്രമല്ല, പല നിഷേധം ആണ് അവർ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. നെഗറ്റീവായിട്ടുള്ള കുറിപ്പുകൾ ഓരോന്നിനും അവർ വിശദീകരണം ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ വിശദീകരണം ചോദിച്ചാൽ ആ വിശദീകരണങ്ങളെല്ലാം നമ്മൾ സമയത്തിന് നൽകി. 2-3 തവണയായി ബാങ്കിൻ്റെ CEO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായും പ്രസിഡന്റുമായും എല്ലാം ഈ തടസ്സം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഞാൻ തന്നെ നേരിട്ട് ചെന്ന് സംസാരിക്കുകയും ചെയ്തു. അപ്പോഴും നോക്കാം എന്ന നിലയാണ് പറയുക. പ്രസിഡൻ്റാണെങ്കിൽ കൊടുത്തിരിക്കണം എന്ന നിലപാടിലാണ് പ്രസിഡൻ്റ് ഉള്ളത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അവർ നമുക്ക് ബാങ്കിൽ ലോൺ നിഷേധിച്ചുകൊണ്ടുള്ള കത്താണ് അവസാനമായി ലഭിച്ചത്. ഇത് കേരള ബാങ്ക് ഒരു ഗവൺമെൻറ് സ്ഥാപനത്തോട് ഗവൺമെൻറ് ഗ്യാരണ്ടി ഉണ്ടായിട്ടും കൂടി ലോൺ തരാതെ കാണിച്ചിട്ടുള്ളതൊരു വലിയ ചതിയായിരുന്നു. ഞങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ആദ്യമേ ഞങ്ങളോട് ഇത് പറഞ്ഞിരുന്ന നിങ്ങൾ ഇത്രയും പണം ഞങ്ങൾ ചിലവാക്കില്ല, ഇത്രയും യാത്രയും കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരില്ല. ആദ്യത്തെ യോഗത്തിൽ തന്നെ നിങ്ങൾ തുടർച്ചയായി നഷ്ടത്തിലാണ് പോകുന്ന സ്ഥാപനമാണ്, ലോൺ തരാൻ പറ്റില്ല എന്നൊരു നിലപാട് നിങ്ങൾ സ്വീകരിച്ചിരുന്നെങ്കിൽ നമ്മൾ അന്ന് അവസാനിക്ക് ഡ്രോപ്പ് ചെയ്യുന്ന വിഷയം. പക്ഷേ 2 കൊല്ലം നടത്തിച്ചിട്ടാണ് കേരള ബാങ്ക് ഹാൻവീവിനോട് ഈ കൊടും ചതി കാണിച്ചിട്ടുള്ളത്. ഇത് ഒരു സ്ഥാപനത്തോട് ഇത്തരം ബാങ്ക് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല. കാരണം നമുക്കറിയാം കേരള ബാങ്കും ജില്ലാ ബാങ്കൊക്കെ ചേർന്നുകൊണ്ടുള്ള സംവിധാനമാണല്ലോ. മുമ്പ് ജില്ലാ ബാങ്കൊക്കെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പല വിധത്തിലുള്ള സഹായങ്ങൾ ഇത്തരം സ്ഥാപനങ്ങൾക്കായാലും വ്യക്തികൾക്കായിട്ടും ഒക്കെ നൽകിയിട്ടുണ്ട്. അതെല്ലാം ചേർന്നിപ്പോൾ രൂപീകരിച്ച കേരളത്തിൻ്റെ അഭിമാന ബാങ്ക് എന്ന് നാം പറയുമ്പോൾ ഒരു സ്ഥാപനത്തോട് അവർ കാണിച്ചിട്ടുള്ള ഈ കൊടിയ ചതി യഥാർത്ഥത്തിൽ ഇനി മേലിൽ അവർ ആരോടും ആവർത്തിക്കരുത് എന്നൊരു അഭ്യർത്ഥനയും ഞങ്ങൾക്ക് അവരോട് നടത്തുന്നത്. ഞാൻ നേരിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്, അവരോട് തന്നെ നേരിട്ട് ഈ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ നമുക്ക് സ്ഥാപനത്തിനെ ലാഭത്തിലേക്ക് ഉയർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇത്തരം ചില അനുഭവങ്ങൾ നമുക്ക് വളരെയേറെ തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് ഇത്തരണത്തിൽ നിങ്ങളോട് പറയാൻ നമ്മൾ ആഗ്രഹിക്കാം. കാരണം ഇത് വളരെ വേദനാജനകമായ ഒരു അനുഭവമാണ്. കാരണം ഒരു ഗവൺമെൻറ് ഗ്യാരണ്ടി നിന്നിട്ട് കൂടി നമുക്ക് ലോൺ തരാത്ത പല ന്യായങ്ങൾ പറഞ്ഞ് തരാതിരുന്നത് ഒരു ജനകീയ ബാങ്കിന് യോജിച്ചതല്ല എന്നതാണ്. മറ്റ് ചില ബാങ്കുകൾ നമുക്ക് തരാൻ സമ്മതിച്ചിട്ടായിരുന്നു. മറ്റ് ചില ബാങ്കുകൾ എന്ന് പറയുമ്പം പല HDFC അവർ പറഞ്ഞു പിന്നെ നിങ്ങൾ ഗവൺമെൻറ് ഗ്യാരണ്ടി എന്നാൽ ഞങ്ങൾ തരാം, കർണാടക ബാങ്ക് ഞങ്ങൾക്ക് തരാതെ. പക്ഷേ കേരള ബാങ്ക് നമ്മുടെ സ്വന്തം ബാങ്കാണല്ലോ.
ആ ബാങ്ക് തരാമെന്ന് പറയുമ്പോൾ നമ്മൾ അതിനെയാണല്ലോ സമീപിക്കേണ്ടത്. ആ നിലക്കാണ് കേരള ബാങ്ക് പോയത്. ഇല്ലെങ്കിൽ കർണാടക ബാങ്കും HDFCയും നമുക്ക് തരാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നമ്മുടെ ഒരു വ്യവസായം, ഒരു 2000-2000 തൊഴിലാളികൾ ആശ്രയിക്കുന്ന ജീവിക്കുന്ന ഒരു വ്യവസായം, അതിനെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ കേരള ബാങ്ക് പോലത്തെ ഒരു സ്ഥാപനം ഇത്ര നെഗറ്റീവായ നിലപാടല്ല സ്വീകരിക്കേണ്ടത്. അത് നമുക്ക് ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ ആ കേരള ബാങ്കിൻ്റെ നടപടിക്രമം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി നമ്മൾ കാണിച്ചാൽ അത്രയേറെയാണ്. അതിന് അവർ ക്ലാരിഫിക്കേഷൻ ചോദിച്ചതിന് മറുപടി കൊടുത്തു. മീറ്റിംഗ് ചേർന്നതായിട്ടുള്ള ഒട്ടേറെ മീറ്റിങ്ങുകളുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അവർ കാണുന്നത് സ്ഥാപനം തുടർച്ചയായ നഷ്ടത്തിലാണ്. അത് കാരണം അത് നമ്മൾ ആദ്യ യോഗത്തിലെ അവർക്കറിയാം. അല്ലെ, അത് തരേണ്ടത് കേരള ബാങ്കാണല്ലോ. അതായത് അവർ പറയുന്ന ന്യായം തുടർച്ചയായി നഷ്ടത്തിലാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റില്ല, തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇതാണ് നമ്മൾ അതിന് കണ്ടീഷൻ പറഞ്ഞു. നിങ്ങൾ തരുന്ന പണം ഞങ്ങൾ ശമ്പളം കൊടുക്കാനോ അഡ്മിനിസ്ട്രേറ്റീവ് ചെലവിനോ ഉപയോഗിക്കില്ല. ആ വ്യവസ്ഥ നമ്മൾക്ക് അവർ കൊടുത്തു. നിങ്ങൾ പണം തരികയാണെങ്കിൽ നമ്മൾ ഇതിന് നൂല് വാങ്ങാൻ, കൂലി കൊടുക്കാൻ, അതുപോലെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഇതിന് വേണ്ടി മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞ് അതും അവർക്ക് സമ്മതിച്ചു. ഇതെല്ലാം ചെയ്തിട്ടാണ് അതെ നമ്മൾ അക്കൗണ്ട് അവരിൽ മാത്രം എടുക്കുക, അതിൽ കൂടി തന്നാൽ മതി. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവർ തന്നില്ല എന്ന് പറയുന്നത് അതൊരു മര്യാദ കെട്ട ഏർപ്പാടാണെന്ന് എനിക്കതിൽ പറയാനുള്ളൂ.